ഇന്ത്യ ഒരു വലിയ നീക്കത്തിലേക്ക് കടക്കുകയാണ്. അതായത് മോദിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ചിന്തിക്കാത്ത തരത്തിലൊക്കെയാണ് മോദി ചിന്തിക്കുന്നത്. ഇപ്പോൾ തുർക്കിക്കും പാകിസ്ഥാനും ഒരുപോലെ പണി കൊടുക്കുകയാണ് ഇന്ത്യ. അതായത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കിയും പാകിസ്ഥാൻ പഹൽഗാമിലൂടെ നമ്മൾ അടിച്ചപ്പോൾ തിരിച്ച് നമ്മൾ മറുപടി കൊടുത്തപ്പോൾ തുർക്കിയാണ് പാകിസ്ഥാനെ സഹായിക്കാനായി എത്തിയത്. അന്നേ ഓങ്ങി വെച്ചതാണ് തുർക്കിക്ക് ഇന്ത്യ. ഇപ്പോൾ നല്ല ഒന്നാന്തരം പണി തുർക്കിക്ക് കൊടുക്കുന്നു, ഒപ്പം ഇന്ത്യക്ക് കോടികളുടെ ലാഭവും. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? പുള്ളിയുടെ നയതന്ത്രം ലോകം ഈ എല്ലാ കാര്യത്തിനകത്തും പുള്ളി ഉറ്റുനോക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ നയതന്ത്രം ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന ഒരു നയതന്ത്രമാണ്. ആണ് ഇറാനുമായിട്ട് ഉദാഹരണം പറയും, ഇറാനുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, എന്നാൽ ഇസ്രായേൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. റഷ്യയുമായിട്ട് ബന്ധമുള്ളപ്പോൾ തന്നെ റഷ്യയുടെ ശത്രുവായിട്ടുള്ള അമേരിക്കയുമായിട്ടും ബന്ധമുണ്ട്. ഇപ്പോഴാണല്ലോ അത് കുറച്ച് വഷളായത്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ശത്രുവൊന്നുമില്ല. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നതും നമ്മളുടെ രീതിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതും നമുക്ക് സഹായമായിട്ട് നിൽക്കുന്നവരെ നമ്മൾ ആ ഭാഗത്ത് നിർത്തി നമ്മളെ കൊണ്ട് അവർക്കും പ്രയോജനം ഉണ്ടാകുന്നു, അവരെ കൊണ്ട് നമുക്കും പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം എല്ലാ രീതിയിലും നടത്തുന്നു. അത് ഒരു പ്രധാനമന്ത്രി ആയിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. എന്തിൻ്റെ കുറവ് വന്നാലും പുള്ളി അടുത്ത രാജ്യങ്ങളെ പിടിക്കുകയാണ്. പുള്ളിയുടെ നയതന്ത്രത്തിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. റെയർ മെറ്റീരിയൽസിൻ്റെ കുറവ് ചൈനയുടെ ഭാഗത്ത് വന്നു, അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററിയുടെ ഭാഗത്ത് അതിൻ്റെ റോ മെറ്റീരിയൽസ് തരുന്നതിന് കുറവ് വന്നപ്പോഴും അവരുടെ മരുന്ന്, ഏറ്റവും വലിയ മരുന്ന് കയറ്റുമെന്ന് നമുക്ക് അതിൻ്റെ റോ മെറ്റീരിയൽസ് ചൈനയായിരുന്നല്ലോ വളരെ കൂടുതലായിട്ട് തന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് അത് നിർത്തിയപ്പോൾ നമ്മൾ പോലും കേട്ടിട്ടില്ല, അത് കൊച്ചു രാജ്യങ്ങളിൽ പോവുക. കൊച്ചു രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ ഉണ്ട്, അവരുമായിട്ട് കരാറുണ്ടാക്കുക. ഇപ്പോൾ തന്നെ ഇദ്ദേഹം വരുന്ന സമയത്ത് നമുക്ക് എത്ര രാജ്യങ്ങളുമായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വ്യാപാരം ഉണ്ടായിരുന്നു? 20 രാജ്യം. ഇപ്പോൾ എത്ര ഉണ്ടെന്ന് അറിയും? ആരും തടയാൻ പറ്റത്തില്ല. ഒരു രാജ്യം നമ്മളെ സ്റ്റോപ്പ് ചെയ്താൽ അടുത്ത രാജ്യത്തും സാധനം വരുക. ഈ രീതിയിലേക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു രാജ്യങ്ങളുമായിട്ടുള്ളൊരു ബന്ധവും നയതന്ത്രവും ഒക്കെ പുള്ളി ഉണ്ടാക്കിയെടുക്കുന്നു. ഈ രാജ്യങ്ങൾക്കൊക്കെ ആ ബന്ധവും നയതന്ത്രവും ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധ്യമാകുന്നതും അതിന് തയ്യാറായി നിൽക്കുന്നതും വന്നാട്ട് ഞങ്ങൾ തന്നാട്ട് തരാമെന്ന് പറയുന്നതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ അദ്ദേഹം മേക്ക് ചെയ്തിട്ടാണ് പോയത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യയുമായിട്ട് ബന്ധം വേണം. അത് പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ അത് വിടല്ലേ, നമുക്ക് അദ്ദേഹമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാം. കാരണം നമുക്ക് ഇന്ത്യയെ കൊണ്ട് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേ രീതിയിലേക്ക് ഇന്ത്യയെ മേക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പം തുർക്കി എന്ന് പറഞ്ഞവന് അവൻ ഈ ഖലീഫയാവാൻ നടക്കുന്നു. അവന് വേറെ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇന്നലെ ഷായിയുടെ കാര്യം പറഞ്ഞത്, ഈ രാജ്യത്തിൻ്റെ വികസനവും അല്ലെങ്കിൽ മറ്റും അതൊന്നുമില്ല, അതിനപ്പുറം അവൻ മതം കാണുന്നവന്, അല്ലെങ്കിൽ അവൻ ഈ പറയുന്ന പോലെ ലോകം മൊത്തവും ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ നിൽക്കുന്ന മാനസികാവസ്ഥയുള്ള ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അയാളെ നമ്മൾ സഹായിച്ചനുസരിച്ചാണെങ്കിൽ ഇവൻ നമ്മൾക്കെതിരെ ഒരിക്കലെങ്കിലും തിരിയും. പോട്ടെ, ഏറ്റവും അവസാനം അഫ്ഗാനിസ്ഥാനുള്ള ഒരു കൂറുവനുണ്ടോ? ലോകത്തെല്ലാവരും പറയുന്നില്ല ലോകത്തെ ഏറ്റവും വലിയ ഭീകര സംഘടനയെ വിവരദോഷിയ അല്ലെങ്കിൽ മറ്റേതാ മറിച്ചത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. അഫ്ഗാനിസ്ഥാന് നമ്മൾ കൊടുത്ത ഭക്ഷണത്തിൻ്റെയും മരുന്നിൻ്റെയും കൂറ് അവൻ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടെന്നല്ല അവനോട് വന്ന് ഇന്ത്യ അടിക്കാൻ നിൽക്കുന്നവരെ ഞങ്ങൾ അടിക്കുമെന്ന് പറയുന്നത്. അതാ കൂറെന്ന് പറയുന്നത്. അതാണ് ഈ പറയുന്നത് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലാതെ വേറെ ആരും മേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇയാളെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ വന്നപ്പോൾ നമ്മുടെ ശത്രുഭാഗത്ത് നിന്ന് നേരൊക്കെയാണ് ചൈന നമ്മുടെ ശത്രുഭാഗത്ത് നിൽക്കുമെന്ന് നമുക്കറിയാം. ആണല്ലോ, ചൈനയും പാകിസ്ഥാനുമായിട്ട് അന്ന് ആ ബന്ധമുണ്ട്, അതവിടെ നിൽക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ആരൊക്കെയാണ് എന്നുള്ള കാര്യം എല്ലാവരും വെളിയിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ട് പറഞ്ഞപ്പോൾ ഇവൻ നമുക്ക് അനുകൂലമായിട്ട് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ രഹസ്യമായിട്ട് അവിടെ വിമാനത്തെ സാധനം കൊണ്ട് കൊടുക്കുകയും കപ്പൽ അതിലേക്കൂടെ വിട്ടിട്ട് സാധനം കൊണ്ട് കൊടുക്കുകയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതിന് ശേഷം നമ്മൾ യുദ്ധം തുടങ്ങിയപ്പോൾ ഇയാൾ വിചാരിച്ചു ഇയാളുടെ ഡ്രോണും ഇയാളുടെ സംവിധാനവും ഒക്കെ ഇവിടെ അങ്ങോട്ട് പ്രയോഗിക്കുമ്പോൾ അറിയത്തില്ലായിരുന്നല്ലോ എന്താണ് ഇന്ത്യ, എങ്ങനെയാണ് ഇന്ത്യ, എവിടം വരെയായിരുന്നു ഇന്ത്യയുടെ കരുത്ത് എത്ര വേണ്ടി ആർജിച്ചു, അത് നല്ലപോലെ അനുഭവിച്ചു. അതിനുശേഷം നമ്മൾ തീരുമാനിച്ചു ഇവനെ പണിയാൻ. ഇവിടുത്തെ ജനം തീരുമാനിച്ചു, പഴയ ജനമല്ല. ഇന്ത്യയുടെ എന്നത്തെയും വിജയം എന്തുമായിരുന്നു? ഇവിടുത്തെ ജനത്തിന് ഈ രാജ്യത്തോടുള്ള കൂറ്. അത് 2014 ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ആ കൂറ് ഇവിടുത്തെ ആൾക്കാരുടെ ഇടയിൽ വാർത്തെടുക്കുന്നതിനും അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും നേരത്തെ ഉണ്ടതിൻ്റെ ഒരു 100 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഈ നിൽക്കുന്ന ആരൊക്കെയാണ്, ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരാരാണ്, അല്ലാത്തവരാരാണെന്ന് വ്യക്തവരുത്തി പറയുന്നതിനും കാണിച്ചു കൊടുക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇന്ത്യയോട് കൂറുള്ളവൻ ഇന്ത്യയുടെ കൂടെ വന്നു. അവൻ പറഞ്ഞു തുർക്കിയുടെ ഒരു സാധനം നമുക്ക് വേണ്ട, അവൻ്റെ കമ്പനികളിലൂടെ വർക്ക് ചെയ്യേണ്ട, അവൻ്റെ ആപ്പിൾ നമുക്ക് വേണ്ട, അവൻ്റെ രാജ്യത്തേക്ക് നമുക്ക് പോകണ്ട എന്നൊക്കെ തീരുമാനിച്ചല്ലോ. അതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം അവിടെ ചെന്നായിരുന്നു. തുർക്കി നിരന്തരമായിട്ട് ഇതുപോലെ പ്രശ്നങ്ങൾ നിൽക്കുന്നതാണല്ലോ. തുർക്കിയുടെ ചില താല്പര്യങ്ങളുണ്ടല്ലോ. ഈ തുർക്കിയുടെ കൂടെ നിന്ന് അസർബൈജാനുണ്ടല്ലോ. അസർബൈജാനും അർമേനിയയും കൊണ്ട് നിരന്തരമായിട്ട് ഈ പറയുന്ന പോലെ യുദ്ധമുണ്ടല്ലോ. അസർബൈജാനകത്ത് ഈ അർമേനിയയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരുള്ളൊരു പ്രവിശ്യമുണ്ട്, എന്നും യുദ്ധമാണ്. അപ്പോൾ അതുവരെ ഇയാളുടെ ഡ്രോൺ ഉപയോഗിച്ച് അടിച്ച് അസർബൈജാൻ ഇങ്ങനെ കസറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആകാശം കൊണ്ട് വിട്ടുകൊടുത്ത് ഡ്രോണെല്ലാം പറവറവും തറ വീണു. അതിനുശേഷം ആ രാജ്യത്തിനും ഗ്രീസുമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ പ്രതിരോധ കരാർ ഉണ്ടാക്കില്ല, അന്നേ പോയി തീരുമാനിച്ചിരുന്നു.
അത് ഇപ്പോൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവന് ബാക്കിയുള്ളതോട്ട് നോട്ടം വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പം ബംഗ്ലാദേശിൽ വന്ന് ഇയാൾ ഫാക്ടറി തുടങ്ങുന്നു, മറ്റേ തുടങ്ങുന്നു, പാകിസ്ഥാനെ സഹായിക്കുന്നു. എടാ, അവിടെ ഈ നിൽക്കുന്നിടത്തുനിന്ന് വട്ടം നോക്കി നിൽക്കാൻ അല്ലെങ്കിൽ രാജ്യം സുരക്ഷിതം അല്ലെങ്കിൽ അവൻ്റെ രാജ്യത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവൻ്റെ രാജ്യത്തിനെ തീർക്കാൻ നിൽക്കുന്ന ശത്രുക്കൾക്ക് വേണ്ട ബലം കൊടുക്കാൻ, അല്ലെങ്കിൽ ആ ബലം കൂടുതൽ കരുത്തുള്ളതാകാൻ ശക്തിയുള്ള ഒരു രാജ്യം ഉണ്ടെങ്കിൽ ഇവന് ഇനി വട്ടം നോക്കി നിൽക്കാനൊക്കെ ഉള്ളു, സ്വതന്ത്രമായിട്ട് നിൽക്കാനൊക്കത്തില്ല. ഇപ്പം തുർക്കിയുടെ അവസ്ഥ, പാകിസ്ഥാൻ എന്തോ പോകാനാ, അടി ഞങ്ങൾ മേടിച്ചോളാം, എന്തെങ്കിലും ഭക്ഷണം തന്നാൽ മതി എന്ന് പറഞ്ഞ രീതി നിൽക്കുന്ന ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ഏതൊക്കെയാണ്? കയറി പിടിച്ചാലും ഒന്നുമില്ല. ഇല്ല, നമ്മൾ ഈ മുയലിനെ ഒത്തിരി നേരം ഓടിച്ചു കഴിഞ്ഞിട്ട് പമ്മി ഇരിക്കുന്നവർ എന്നാ പിടിച്ചെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഗ്രീക്ക് അവർക്ക് നമ്മൾ ആവശ്യം പോലെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ പ്രതിരോധ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ആവശ്യപ്പെട്ട ആർമേനിയക്ക് ആവശ്യമായിട്ടുള്ള ബ്രഹ്മോസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശ് മിസൈൽ മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എല്ലാ മിസൈലും ഇവൻ്റെ പുറത്തോട് തിരിച്ചു വെച്ചിട്ടുണ്ട്. ആ പാടെ പറ്റി ഇപ്പോൾ നമ്മൾ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനകത്ത് കൂടുതൽ വലിപ്പത്തിലുണ്ടാക്കുന്നതിന് ഈ പറയുന്ന പോലെ വിമാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഉള്ള കരാർ ഏറ്റവും വലിയ കരാറാണ്. നമ്മളവരെ സഹായിക്കാൻ നിൽക്കുന്നു, നമുക്ക് ലാഭം 27,000 കോടി രൂപ. അതാണ് ഈ മോദി വിസ്മയം എന്നൊക്കെ പറയുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അദ്ദേഹം കൊടുക്കാൻ പറയും Su-30 MK ഈ യുദ്ധവിമാനങ്ങളാണ് കൊടുക്കുന്നത്. നിസ്സാരമായിട്ടുള്ള യുദ്ധവിമാനങ്ങളൊന്നും അല്ലല്ലോ. ഇതിനകത്ത് എന്ന് പറയാൻ നമ്മൾ നിർമ്മിക്കാൻ പോവുക യുദ്ധവിമാനം 2029 ആകുമ്പോഴത്തേനും കൊടുക്കും. 2027 ആകുമ്പോഴത്തേനും കൊടുത്തു തുടങ്ങും. 29 ആകുമ്പോഴത്തേനും തീരും. അപ്പോൾ അതിൻ്റെ എണ്ണമൊന്നും പറയുന്നില്ലെങ്കിൽ 27,000 കോടി രൂപയുടെ ഒരു സാധനമാണ്. അതിൻ്റെ ഫ്രെയിം ഷേപ്പ് എല്ലാം വരുന്നത് ഏതാ? ഈ പറയുന്നത് പോലെ റഷ്യൻ ഫ്രെയിമിൽ നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ സാധനമാണ്. മേക്കിംഗ് ഇന്ത്യ ഒക്കെ മാറി. അവിടെ രാഹുൽ ഗാന്ധി എടുത്തുകൂടാ പറയുന്നത്. പുള്ളി പറഞ്ഞു ആദ്യ തുടക്കത്തിലായിരുന്നേ മേക്കിംഗ് ഇന്ത്യ. എന്നാൽ ആദ്യ തുടക്കത്തിൽ അതേ നടക്കത്തുള്ളൂ. ഇരിക്കുന്ന മുമ്പേക്കാ കാലം കിട്ടിയാൽ മൂട് പിടിക്കും. അത് പുള്ളിക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിപ്പം മോദി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇനി ആരും മേക്കിംഗ് ഇന്ത്യ ആയിട്ട് വരണ്ട, ഇവിടെ വെച്ച് നിർമ്മിച്ച് ഇവിടെ ആ രീതിയിലേക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ ഈ വിമാനത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇതിനപ്പുറം നമ്മൾ കരാറ് നടത്തുവാണ്, നമ്മൾ സാധനം കൊടുക്കുവാന്നേ, പൈസ മേടിച്ചിട്ട് കൊടുക്കാൻ നമ്മുടെ സംവിധാനമുണ്ട്. എല്ലാ രീതിയിലൊക്കെ സാങ്കേതിക വിദ്യയും അതിനുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകത്തിൽ 2014 മുമ്പ് 600 കോടി രൂപയുടെ ആയുധം വിറ്റെടുത്ത് ഇപ്പോൾ 30,000 കോടി രൂപയുടെ ആയുധം വിൽക്കുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും അല്ലെങ്കിൽ ഭൂരിപക്ഷം രാജ്യങ്ങൾ നമ്മളോട് ആയുധം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ പ്രൊഡക്ഷൻ വലുതാക്കിയിട്ട് നമുക്ക് അവർക്ക് ആവശ്യമുള്ള ആയുധം കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ വേറെ ചില കരാറുകളൊക്കെ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. ഈ പറയുന്ന പോലെ അർമേനിയയും പാകിസ്ഥാനും ഒക്കെ ഇതൊക്കെ കായംകുളംകാരൻ്റെ കല്യാണം പോലെയാണ്. പറച്ചിലേ നടക്കത്തുള്ളൂ. എവിടുന്ന് എടുത്ത് വെച്ച് കൊടുക്കും, എന്തോ എടുത്ത് വെച്ച് കൊടുക്കും. കഴിഞ്ഞ ദിവസത്തെ പാകിസ്ഥാനകത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വിദേശ കമ്പനികൾ മൊത്തം കിട്ടുന്ന പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുക. എന്നാൽ എങ്ങനെ കമ്പനി നടത്തും? കാരണം ഒരു രാജ്യത്തിനകത്ത് ഒരു കമ്പനി നടത്തുകയും ആ രാജ്യത്തിനകത്തു നിന്ന് ആ കമ്പനി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെളിയിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അവിടെ സുരക്ഷിതമായിട്ട് അവൻ്റെ ആൾക്കാരകത്ത് ജോലി ചെയ്യിക്കണമെങ്കിൽ ആ രാജ്യത്തിന് സുരക്ഷ കൊടുക്കാൻ പ്രാപ്തമായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവണ്ടേ? ഇവിടെ അതില്ലല്ലോ. അരാജകത്വമല്ലേ. പട്ടാളക്കാരന് നിൽക്കാൻ നിവർത്തിയില്ല പ്രാദേശിക വിഷയങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ പണപ്പെരുപ്പം കൊണ്ട് വേറെ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വിട്ടുപോകുന്ന ഒരു രാജ്യത്തിനകത്തു നിന്ന് കരാറുണ്ടാക്കുന്ന ഈ പറയുന്ന അസർബൈജാനെ പോലെയുള്ള രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾക്കെതിരെയുള്ള നീക്കം, നമ്മുടെ നയതന്ത്രം, നമ്മൾക്കെതിരെ നീങ്ങുന്നവരെ നമ്മൾ ആ മാക്സ് സഹായിക്കാനേ പോയിട്ടുള്ളൂ. ഈ പറയുന്ന തുർക്കിയെ സഹായിച്ചിട്ടുണ്ട്, അറിയാമല്ലോ. അവിടെ ഈ ഇത് വന്നപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സഹായിച്ചു, ആ രീതിയിലൊക്കെ പോയി. അപ്പോൾ അവനതല്ല, അവന് നമ്മളെ പണിഞ്ഞേ നോക്കത്തുള്ളൂ. ഇപ്പോഴും പണിയാൻ നിൽക്കുകയാണ്. പരസ്യമായിട്ട് പരസ്യമായിട്ട് തന്നെ നിൽക്കുകയാണ്. എന്നാലൊന്ന് പണിഞ്ഞു നോക്കാം എന്നുള്ള രീതിയാണ് നമുക്ക്. നമ്മൾ അങ്ങോട്ട് വഴക്കിനൊന്നുമില്ല. വഴക്കിന് വന്നാൽ വിടുന്ന ഒരു അവസ്ഥയും ഇല്ല. മനസ്സിലാവുന്നുണ്ട്. പിന്നെ പറയുന്നത് പോലെ ചെയ്തിരിക്കും. അതിനകത്ത് ഈ പറയുന്ന സിന്ദൂരിനും അതിന് മുമ്പും പല ഓപ്പറേഷനകത്ത് നമ്മളെ സഹായിക്കാൻ നമ്മുടെ സാങ്കേതിക വിദ്യ പലപ്പോഴും നമ്മൾ ഈ ഇസ്രായേലിൻ്റെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, റഷ്യയുടെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ആരെയും കൂട്ടുപിടിച്ചല്ല നമ്മൾ അടിച്ചത്. ഇതിനകത്ത് നമ്മൾ കാണിച്ചത് ഈ പറയുന്ന വലിയൊരു ഓപ്പറേഷൻ പാകിസ്ഥാനുമായിട്ടുള്ള ആണവ രാജ്യത്തിനെതിരെ അടിച്ചപ്പോൾ പല രാജ്യങ്ങളും ഞങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിമാനം ഇവിടെ പറത്തി ഇവിടെ കൊണ്ടുവന്ന് ഇസ്രായേൽ നിന്നപ്പോഴും ഇസ്രായേൽ നമ്മളെ സഹായിച്ചിട്ടുണ്ടാകും, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പരസ്യമായിട്ട് നമ്മൾ ആരുടെയും സാങ്കേതിക വിദ്യയും സഹായമൊന്നും ഉപയോഗിച്ചു നമ്മൾ ഒറ്റയ്ക്ക് അടിച്ചു രാജ്യത്തിൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്തു ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തിയുണ്ടെന്ന്. അതിപ്പം രാജ്യത്തിന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം നമ്മുടെ ആയുധങ്ങൾക്ക് വില വരുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് രാജ്യങ്ങൾ കേൾക്കുന്നത്. നമ്മളോട് ഈ പറയുന്ന പോലെ യൂറോപ്യൻ രാജ്യങ്ങളും GCC രാജ്യങ്ങളും ഈ പഴയതുപോലെയുള്ള കടുംപിടുത്തത്തിൽ നിൽക്കാത്തത് നമ്മളോട് കൂടിയാലോചിച്ച് പോകുന്നത്. കാരണം നമ്മളില്ലാതെ ഈ ലോകക്രമത്തിൽ ഒരു രാജ്യത്തിനും പഴയ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല എന്ന് മനസ്സിലായി. കാരണം അത്രയ്ക്ക് വലിയ 140 കോടി ജനമുള്ള ഈ പറയുന്നത് ഈ വലിയ രാജ്യത്ത് അത്രയ്ക്ക് വലിയ നമ്മൾ പറയത്തില്ലേ കമ്പോളം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സാധ്യത അല്ലെങ്കിൽ വാങ്ങൽ ശേഷിയുള്ള ആൾക്കാർ,
അത്രയ്ക്ക് വലിയ ഈ പറയുന്നത് പോലെ അമേരിക്കക്കാരൻ H1 വിസയുടെ കാര്യം വന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വിസയ്ക്കകത്ത് പണ്ട് പുറത്താക്കിയതുപോലെയല്ല. എണ്ണത്തിൽ 78% നോക്കുമ്പോൾ 78% ആണെങ്കിലും വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവിടെ ഇരിക്കുന്ന വലിയ വലിയ കമ്പനികളുടെ എല്ലാം സിഇഒമാരെ അറിയാമല്ലോ, ഇന്ത്യൻ വംശജരാ. ഇവനെ പറഞ്ഞു വിട്ടാൽ കമ്പനി പൊളിയും, അമേരിക്ക പൊളിയുന്ന ഒരവസ്ഥയിൽ അവന് ഇവിടുന്ന് പോരാൻ പണ്ടത്തെ കൂട്ട് ഭയമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ മാറ്റി, ഇന്ത്യയെ ഒരുക്കി, ഇവിടെ ഇന്ന് സാധ്യത ഉണ്ടാക്കി. ഇവിടെ വാ, ഇവിടെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വാ, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇവരെ അവിടുന്ന് പുറത്താക്കുന്ന അല്ലെങ്കിൽ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ ആ കമ്പനി ഉൾപ്പെടെ ഇവിടേക്ക് വരുന്ന രീതിയിലേക്കായില്ലേ? ആ കമ്പനിക്ക് ഇവിടെ വരണമെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പം ഇന്ത്യയിൽ ഉണ്ടായിട്ടല്ലേ വരാൻ പറ്റുന്നത്. സപ്ലൈ ചെയിൻ മനസ്സിലാവുന്നുണ്ടോ? എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും. അപ്പം ഇന്ത്യ ആ രീതിയിലൊന്നും കൈകാര്യം ചെയ്യാൻ മതി. ഇപ്പം ഇതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ ഇവന് പണി നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും, അതിന് സംശയമൊന്നുമില്ല. അത് നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ ഭാഗമല്ല നിന്നിട്ട് നമ്മളെ ഉപദ്രവിക്കുക എന്നതിന് നമ്മൾ ചെയ്യുന്ന പരിധി എന്ന് പറഞ്ഞാൽ ഇപ്പം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ സഹായിക്കില്ല, നമ്മൾ അർമേനിയെ സഹായിക്കും, അടിച്ചോ, നമുക്ക് ആ സഹായിക്കുന്നുണ്ടെന്ന് നോക്കണം. അവൻ്റെ ആനുകൂല്യവും കിട്ടും, അവനിൽ നിന്ന് നമുക്ക് പല രീതിയിലുള്ള സഹായങ്ങളും അല്ലെങ്കിൽ അവിടുന്ന് ഇറക്കുമതിയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വേറായിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ കിട്ടും. നമ്മുടെ കയറ്റുമതി ഈ പ്രതിരോധത്തിനപ്പുറം പല കയറ്റുമതികളും നടക്കും, ഈ പറയുന്ന പോലെ പൈസയും കിട്ടും. അതാണ് മോദിയുടെ നയതന്ത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.